ആദ്യം തന്നെ നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 250 ml അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഞാൻ 500 ml ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ചോക്ലേറ്റിനകത്ത് 250 ml വീതമാണ് ഞാനിതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം ഞാൻ ഓവനിനകത്ത് വെച്ചാലൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ്, കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ചോക്ലേറ്റ് രണ്ടും മെൽറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മുടെ ഇത് 2 ചോക്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ടയാണ് എടുക്കുന്നത്. നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന 3 മുട്ട എടുക്കുക. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഒരു 100 ഗ്രാം ചേർക്കാം. അപ്പോൾ മെൽറ്റ് ചെയ്ത ബട്ടറും 100 ഗ്രാം, പിന്നെ 2 കപ്പ് പഞ്ചസാരയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൽ 3ഉം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ വെച്ചും ഇലക്ട്രിക് ബ്ലെൻഡർ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നു. ഇനി നമ്മളിന്ന് ഉപയോഗിക്കുന്നത് 250 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോറാണ്. അത് കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സ് ചെയ്തെടുക്കുമ്പം ഇച്ചിരി കട്ടയായിട്ടായിരിക്കും ഇരിക്കുക, അത്ര ലിക്വിഡ് ഫോമിലായിരിക്കില്ല കേട്ടോ. നമ്മൾ ചോക്ലേറ്റും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അതങ്ങ് ഓക്കെ ആവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് ലഭിക്കുക. ഇനി നമുക്ക് ഇത് 2 ചോക്ലേറ്റിലേക്കും ഈക്വലായിട്ട്, ഏകദേശം ഒരു ഈക്വലായിട്ട് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാറ്റർ ഒഴിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റിനും ഒരു മധുരം ഉണ്ടെങ്കിലും ഡാർക്ക് ചോക്ലേറ്റിന് ഒരു ചെറിയൊരു കയ്പ്പ് പോലെയും തോന്നും. അതുകൊണ്ടാണ് പഞ്ചസാര അല്പം അധികം ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെയാണ്, നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടും. വൈറ്റ് ചോക്ലേറ്റിന് പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ ദേ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തിരിക്കുന്ന ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ നല്ലൊരു പെർഫെക്റ്റ് ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്യൂർ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ കേക്ക് ടിന്നിന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു ഭാഗത്ത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഇതുപോലെ ഒഴിക്കുക, പിന്നെ മറ്റൊരു ഭാഗത്ത് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ചേർത്തിരിക്കുന്ന ബാറ്റർ ഒഴിക്കുക. ഇനി നമുക്ക് ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചതിൻ്റെ മേളിലേക്ക് വൈറ്റ് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചതിൻ്റെ മേളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും ഒഴിക്കാം. അങ്ങനെ നമുക്ക് ഈ ടിന്നൊരു 1/4 ഭാഗത്തോളം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ മാറി മാറി 2 സൈഡിൽ മാറി മാറി ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ഒഴിച്ചാൽ മതി. ഒരു 1/4 ഭാഗത്തോളം മതി, കാരണം കേക്ക് ഒന്ന് പൊങ്ങി വരുമ്പം ഓക്കെ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഓവർഫ്ലോ ആയി പോകും. അപ്പോൾ 1/4 ഭാഗം വരെ അങ്ങനെ നിങ്ങൾക്ക് മാറി മാറി ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക, ബബിൾസൊക്കെ ഉണ്ടോ ഒന്ന് പോകാൻ വേണ്ടിയാണ്. എന്നിട്ടൊരു സ്ക്യൂസ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ട് എന്താണ് മാർബിൾ നമ്മൾ അറിയില്ല, മാർബിൾ കേക്ക് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ കിട്ടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഞാനിന്ന് ഓവനകത്ത് 160 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഓവനകത്ത് അല്ലാതെ വേണേലും കേക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഓവൻ അനുസരിച്ച് ടെമ്പറേച്ചർ ചിലപ്പോൾ ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ ദേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഏത് ഫെസ്റ്റിവലിന് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നോർമലായിട്ട് നമുക്ക് വീട്ടിൽ ചായയോടെ കഴിക്കാൻ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മാർബിൾ കേക്കിനെക്കാട്ടി നല്ല ടേസ്റ്റാണ്, കാരണം നമ്മൾ പ്യൂർ ചോക്ലേറ്റ് ആണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ചേർക്കുമ്പോൾ ബട്ടറും ഇതൊക്കെ നന്നായി ചേർക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.